ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്താനുള്ള കാരണങ്ങൾ വിവരിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഭർത്താവ് യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നോളാം. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല. ഒരു ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു. അത് ഇപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. അതുപോലെ എനിക്ക് വിഷമമില്ല. പക്ഷേ എങ്കിലും ഡെയിലി തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് അന്വേഷിച്ച കാര്യങ്ങളറിയാം. 1-ന് 2 വണ്ടി പഠിപ്പിച്ചു, വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ പൂക്കളെന്ന് ഞാൻ പറയുന്നത് വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന മോതിരം, എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ വിറ്റോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി ഒപ്പിച്ച് അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ കാര്യം. എന്നാൽ അവൾ അധ്വാനിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനിയല്ല, ജോലിയില്ല, ഇതൊരു കാര്യങ്ങളില്ല. എങ്കിലും നമ്മൾ വളരെയധികം അവളുടെ അമ്മയും അവളിപ്പോൾ ഒരു പാർട്ടിക്കകത്ത് പോയി കയറിയിട്ടുണ്ട്. പാർട്ടിയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ പോയി പാർട്ടിയിലുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും രാത്രി കാലങ്ങളിൽ പോവുക വരിക ഇതൊക്കെയാണ് അവൾ ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് ചെയ്യേണ്ടി വന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തുള്ളത് കൊണ്ട് സന്തോഷം കഴിയുകയാണ്. എന്നിട്ട് അത് കേൾക്കാതെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്തു. 2024 ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം 86,000 രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് വീണ്ടും കൊണ്ട് പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോടുകൂടെ നിർത്തി വിശ്വാസത്തോടുകൂടി നിർത്തുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഗുരുമാരെ പോലുള്ള വ്യക്തികളെ ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലൊരുക്കി ജീവിക്കണമെന്നുള്ള കാര്യം നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ശ്രമിച്ചു, എനിക്ക് ശ്രമിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആണുങ്ങൾ മക്കളുടെ കാര്യം എങ്ങനെ ആവും എന്നെല്ലാം പല പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ വിട്ടത്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, നാട്ടുകാരെന്നെ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൊല്ലത്താണ് സംഭവം. പുനലൂർ കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നാലെ ഫേസ്ബുക്ക് ലൈവ് ഇട്ട ശേഷം ഭർത്താവ് ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങി. ഐസക്കുമായി പിണങ്ങി ശാലിനി അമ്മയോടൊപ്പമായിരുന്നു താമസം. സ്കൂളിൽ ആയയായി ജോലി ചെയ്യുകയായിരുന്നു. ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് കൊലപാതകം നടത്തിയത്. തത്സമയം ശാലിനിയുടെ കൂടെ 2 മക്കളിൽ ഒരാളുണ്ടായിരുന്നു. കുട്ടി നിലവിളിച്ചതോടെ പരിസരവാസികൾ ഓടിയെത്തി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മലയാളം ടെലിവിഷൻ, കൊല്ലം. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ്, കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ്, കൊച്ചിൻ. ഫോൺ 8089 021 666 7034 191 993.